കാർലോ ആൻസലോട്ടി അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ വരും മത്സരങ്ങളിലെങ്കിലും വിജയം കാണുമായിരിക്കും. പക്ഷെ അതിന് നെയ്മർ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്വേറ്റയുടെയും റഫീന്യയുടെയും വിനീഷ്യസിന്റെയും പ്രകടനം നമ്മൾ ഇന്ന് അങ്ങനെ കാണണം. ഒപ്പം തന്നെ തിയാഗോയുടെയും പ്രകടനം, അത് മുന്നേറ്റ നിരയിൽ കളിക്കുന്ന താരങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നോ അവരുടെ? ഇപ്പൊ ഈഗർ തിയാഗോയുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആളുടെ കയ്യിലേക്ക് ബോൾ എത്തണം, അതിന് ഈ വിങ്ങിൽ നിന്ന് സപ്പോർട്ട് വരണം. ഏതാണോ വിനീഷ്യസ് ജൂനിയർ വിങ് ആണോ റഫീന വിങ് ആണോ അതിൽ നിന്ന് സപ്പോർട്ട് വരണം. പക്ഷെ റഫീനൊക്കെ അവിടെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചോ? എത്ര പ്രാവശ്യം നമ്മൾ ഒരു ഫസ്റ്റ് ഹാഫിൽ റഫീന ബോൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും? വളരെ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മസ്റോയി എന്ന് പറയുന്ന അവരുടെ വിങ്ങർ ഒരു 3 സെന്റർ ബാക്ക് എന്നുള്ള നിലയിലായിരുന്നു അവിടെ മൊറോക്കോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ പോസിബിൾ ആവുന്നില്ലായിരുന്നു റഫീനയ്ക്ക്. ഒപ്പം തന്നെ വിനീഷ്യസ് ജൂനിയറിന് കിട്ടുന്ന ചാൻസുകൾ നേരത്തെ പറഞ്ഞു, അഷ്റഫ് ഹക്കീമിയുടെ അഭാവത്തിൽ മറ്റു പ്ലെയേഴ്സ് വന്ന് വിനീഷ്യസ് ജൂനിയറിനെ അവിടെ ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്വേറ്റ എന്നൊരു പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു സീസൺ വെച്ചിട്ട് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു പക്വേറ്റ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നെയ്മർ ജൂനിയർ എന്നൊരു പ്ലെയർ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആളിപ്പോഴും ഭയങ്കര ഒരു പ്രഷർ മാഗ്നറ്റാണ്. ആളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവും. അവരതിനെ റിയാക്ട് ചെയ്യുമ്പോൾ സ്പേസ് കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ സെൻട്രൽ ഇപ്പം ബ്രസീലിന് കണ്ടെത്താൻ പറ്റാത്തൊരു സ്പേസ് എന്ന് പറയുന്നത് സെൻട്രൽ പെനിട്രേഷനാണ്. അത് മേ ബി നെയ്മർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെനിട്രേഷന് കണ്ടെത്താനും സാധിക്കും. ഒപ്പം തന്നെ പണ്ടത്തെ നെയ്മറിനെ ഞാൻ വിചാരിക്കുന്നില്ല കാർലോ ആൻസലോട്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നെയ്മർ ഉണ്ടല്ലോ, ആളുടെ പ്യുവർ ഇൻ്റലിജൻസിന് വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നത്. കാരണം ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് എത്രത്തോളാണെന്ന് അറിയാം. അപ്പോൾ ഒരു ടെമ്പോ, ആ ഒരു ഗെയിമിൻ്റെ റിതം, ഇപ്പോൾ ബൗദ്ധിയൊക്കെ കൺട്രോൾ ചെയ്ത പോലെ ഒരു റിതം കൺട്രോൾ ചെയ്യാൻ നെയ്മറിന് അവിടെ ഉണ്ടാവാൻ സാധിക്കും. മധ്യനിരയിലൂടെ വന്നൊരു ത്രൂ ബോൾ കൊടുക്കുന്നത് നമ്മളിതിൽ കണ്ടില്ല. വിങ്ങുകളിലേക്ക് കൊടുത്ത് സാധ്യതയുണ്ടെങ്കിൽ മാത്രം കടന്ന്, അതാണ് മൊറോക്കോന്റെ സ്ട്രാറ്റജിയാണ്. കാരണം ലോ ഡേഞ്ചറസ് ഏരിയ ആണ് അത്. ഗോൾ പോസ്റ്റ് ഇവിടെയാണല്ലോ, ഇത് ലോ ഡേഞ്ചറസ് ഏരിയ. ഇവിടെ അവരെന്ത് അറ്റാക്ക് ചെയ്താലും പിന്നെ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും അവർക്ക് അവിടെ സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. ഓക്കെ, അഷ്റഫ് ഹക്കീമി അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹരി, നമ്മളിത് എല്ലായിടത്തും അദ്ദേഹത്തെക്കാണ് കുമ്പിടിയാണ് യഥാർത്ഥത്തിൽ. സത്യം പറഞ്ഞാൽ ഹക്കീം എനിക്ക് തോന്നുന്നു നിലവിൽ ഫുട്ബോളിൽ ഏറ്റവും മികച്ച റൈറ്റ് ബാക്കുള്ള ഒരാൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ PSG വേണ്ടിയാണെങ്കിലും ഏറ്റവും മികച്ച ഫോമിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ചു. അദ്ദേഹം വളരെ മനോഹരമായി കളിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലോകകപ്പിന് എത്തുന്നത്. അദ്ദേഹം ആ ടീമിനെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പം ബ്രാഹിം ഡയസിനൊപ്പം ചേർന്ന് വളരെ സ്പീഡി അറ്റാക്കുകൾ തുടർച്ച അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രസീലിൻ്റെ 2 ബാക്കുകൾ, ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് രണ്ടുപേരും വീക്കാണ്. അപ്പോൾ ഹക്കീമിനെ പോലെ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയർ ആ വിങ് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കാസിമിറോയ്ക്കും ബ്രൂണോ ഗുമേറസിനും ഒക്കെ പണി കൂടുതലായി എന്ന് പറയുന്നത്. കാരണം നോർമൽ ഒരു റൈറ്റ് വിങ് ബാക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഡഗ്ലസ് സാന്റോസിനെ പോലുള്ള താരങ്ങൾക്കത് ഒരുപക്ഷെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാണ്. പക്ഷേ ഹക്കീമി വരുമ്പോൾ അത് ഒരു താരത്തിനെ കൊണ്ട് നടക്കില്ല. 2-3 പ്ലെയേഴ്സ് ഹക്കീമിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഹക്കീമി എന്ന് പറയുന്ന ഒരു പ്ലെയർ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തവണത്തെ മൊറോക്കോയുടെ വേൾഡ് കപ്പ് റണ്ണിലും ഹക്കീമി നിർണായകമായിരുന്നു. ഇപ്പോൾ ടൂർണമെൻറ്റിൽ എനിക്ക് തോന്നുന്നു, നമ്മൾ നേരത്തെ കറുത്ത കുതിരകൾ എന്നൊക്കെ കുറച്ച് ദിവസം മുമ്പ് പരിപാടിയിൽ പറഞ്ഞത്, പക്ഷേ അവർ കറുത്ത കുതിരകളല്ല. എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പിലെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടീമുകളുടെ പട്ടികയിൽ ഒരു ആദ്യ 8 ടീം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡെഫിനറ്റ് ആയിട്ട് മൊറോക്കോ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ലോക ഫുട്ബോളിന്റെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ മൊറോക്കോയുടെ പേര് നമ്മൾ കാണുന്നതും. എന്നാലും ഹക്കീമിയുടെ വേഗം, കരുത്ത്, ഒപ്പം ടാറ്റിക്സ്, ഇതെല്ലാം കൂടി ഞങ്ങളെ കരുതണം കേട്ടോ എന്ന് പറയുകയാണ് ഈ മത്സരം നമുക്ക് നൽകുന്ന ഒരു സൂചന. അതാണ് മൊറോക്കോ അപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വേറെ മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ബ്രസീൽ ആരാധകരെ നിരാശപ്പെടേണ്ട, കാരണം നെയ്മർ ഇറങ്ങാനുണ്ട്, പരിക്കാണ്. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ കളിയുടെ താളം മാറും, താളം വീണ്ടെടുക്കും ബ്രസീൽ.